അപ്പോൾ ശ്രീനിവാസൻ എവിടെ ആയാലും ഒരു അസുഖബാധിതനായ പോലും ദൂരെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്, അതൊരു ധൈര്യമായിരുന്നു. ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പ് പലപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴാണ് ഞാനിവിടെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും 9:30 മണി തൊട്ട് ശ്രീനിവാസൻ കുളിച്ച് റെഡിയായിരിക്കും. ഞാനെപ്പോഴും വരാൻ 11:30 മണി 12 മണിയൊക്കെ ആവും. വന്നോടനെ എന്നെ ചീത്ത പറയും, നിങ്ങളെന്താണ് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ അന്തിക്കാടുന്ന് കാർ ഓടിച്ച് ഇവിടെ ഒരു എത്തണ്ടേ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറേ തമാശ പറയും, ചിരിക്കും. തിരിച്ചു പോകുമ്പോൾ എനിക്കും ശ്രീനിവാസനും ഒരു ഊർജം കിട്ടും. ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമൂഹത്തിന് ഇത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല. എഴുത്തുകാരനോ തിരക്കഥോ നടനോ എന്നുള്ള പോലെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ്, അതിൽ അപാകതകൾ എന്തൊക്കെയാണ്, പൊളിറ്റിക്സ്, സാംസ്കാരികം, സാഹിത്യം എല്ലാം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് കോട്ടക്കലിനെ കൊണ്ട് പറയിപ്പിച്ചു. സത്യം വരുമ്പോൾ MT വാസുദേവൻ നായരുടെ ജീവചരിത്രവും EP ജയരാജന്റെ ആത്മകഥയും കൊണ്ടുവരുന്നു. 2 വൈരുദ്ധ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണ് ശ്രീനി. നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിന് നർമ്മം ഉണ്ടാവും. അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വന്നു. അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്ന് ശ്രീനിവാസന്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല, അസുഖമൊക്കെ എങ്ങനെയുണ്ട്, അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. എന്ത് പറഞ്ഞാലും നാവിൻ തുമ്പത്ത് ഒരു ബലിതം ഉള്ള ആളാണ്. സന്ദേശം പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് പറയാറുണ്ടായിരുന്നു. ഞാനും ശ്രീനി അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന്, അത് നമുക്കൊക്കെ അറിയാം. അന്ന് കുറേ കൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിൻ്റെതായ രീതിയിൽ ഒരു ഹ്യൂമറസ് ആയിട്ടൊരു സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല. ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിന് കുറ്റം പറയുന്നവരുണ്ട്. അത് അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിരുപദ്രവമായ രീതിയിൽ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങൾ 2 പേരും ആലോചിച്ചിരുന്നു. അതൊരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും, മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇവിടെ 2-3 രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ. ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഇനി അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത്. അതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല. ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു. ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ശ്രീനി ലോകത്തിൽ മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല. ശ്രീനിയുടെ മനസ്സിന്, ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേടുന്നതൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീനി എന്നെ കളിയാക്കും. കാര്യം ശ്രീനിക്കറിയാം ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ശ്രീനി പോയിരിക്കുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.